ശ്രീ പി ഡി ടി ആചാരി, രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ഭാഗത്ത് ഇന്ന് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച ഈ ഹരിയാനയിലെ പ്രശ്നമാണ്. അവിടെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് അധികം ആളുകൾ കടന്ന് എത്തിയിരിക്കുന്നത്, ഒരേ പേരിൽ ആളുകൾ വരുന്നത്, ബ്രസീലിയൻ മോഡൽ ഉൾപ്പെടെ എത്തുന്നത്, ഒരേ സ്ത്രീയുടെ പേരിൽ ഒരുപാട് വോട്ടുകൾ ചെയ്യപ്പെടുന്നത്, ഒരേ വിലാസത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്, വീട്ടു നമ്പർ 0 ആയിരിക്കുന്നവർ വോട്ട് ചെയ്യാനെത്തുന്നത്, ഇതൊക്കെ നമ്മളവിടെ കണ്ടു. ബീഹാറിൽ SIRൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് 50 ലക്ഷത്തോളം പേർ പുറത്താകുന്നത് കണ്ടു. മഹാരാഷ്ട്രയിൽ 50 ലക്ഷം പേർ അകത്തേക്ക് കയറുന്നു, അത് മറ്റൊരു വോട്ടർ പട്ടികയാണ്. ഇതൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ ആശങ്കകൾ ഉയർത്തുമ്പോഴാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR നടപ്പിലാക്കാനുള്ള തീവ്രമായ നിലപാടുമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് സർവകക്ഷി യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് നിയമപരമായി ഇക്കാര്യത്തെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി നേരിടുന്നതിന് പുറമെ നിയമപരമായി ഇക്കാര്യത്തെ നേരിടുമ്പോൾ 2002 വോട്ടർ പട്ടിക, തെരഞ്ഞെടുപ്പ് പട്ടിക വെച്ചുകൊണ്ട് ഈ SIR ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്? ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ 2003 റിവൈസ് ചെയ്തതിന് ശേഷം ഈ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അന്ന് 2003 കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഇപ്പോൾ 2025 ഇത് നടത്തുന്നത്. ഇത് വളരെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇലക്ഷൻ കമ്മീഷന് ഈ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടത്താൻ ഉള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ നടത്തുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിലെന്തോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നാം ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ SIR എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഈ 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നോക്കിയാൽ അതിലാണ് ഈ റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു എക്സസൈസിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിലാണ്. അപ്പോൾ അവിടെ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞ് ഒരു റിവിഷനെ കുറിച്ച് പറയുന്നില്ല. ആ നിയമം അനുസരിച്ച് പ്രധാനമായിട്ട് 2 രീതിയിലുള്ള റിവിഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന്, ഇലക്ഷന് മുമ്പ്, അതായത് ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്ത് നടത്തുന്ന ഒരു റിവിഷൻ. എവിടെയൊക്കെ ഇലക്ഷൻ ഉണ്ടോ, ജനറൽ ഇലക്ഷൻ, അസംബ്ലിക്കും പാർലമെൻറ്റിനും അതുപോലെ തന്നെ എവിടെയൊക്കെ ഇലക്ഷൻ ഉണ്ടോ ആ ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്ത് ഉള്ള ഒരു റിവിഷൻ. അപ്പം അതിനു മുമ്പ്, ബിഫോർ ദി ജനറൽ ഇലക്ഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്യാതെ നടത്തുന്ന ഒരു റിവിഷൻ, അതായത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേകമായ ഉത്തരവോടുകൂടി നടത്തുന്ന ഒരു റിവിഷൻ. ഞാൻ ഈ ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ഇലക്ഷന് മുമ്പ് നടത്തുന്ന, ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മാൻഡേറ്ററി റിവിഷനാണ്, നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിനെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് നടപ്പിലാക്കിയിരിക്കണം ആ ഒരു റിവിഷൻ ഇലക്ഷന് മുമ്പ്. പക്ഷേ ഈ ചട്ടങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇലക്ഷന് മുമ്പ് നടത്തുന്ന ഈ റിവിഷന് അത് സമ്മറി റിവിഷൻ എന്നാണ് പറയുന്നത്. സമ്മറി റിവിഷൻ. അപ്പം ഇപ്പോൾ നടക്കുന്നത് സമ്മറി റിവിഷൻ അല്ല, ഇത് ഇൻറ്റൻസീവ് റിവിഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ എക്സസൈസാണ് നടക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായ പ്രൊസീജിയറൊക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതല്ല. അതേത് വർഷത്തിലും ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായ ഓർഡർ ഇറക്കി അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് കുറേ സമയമെടുക്കും. അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയതുകൊണ്ട് അതിന് ധാരാളം സമയമെടുക്കും. അപ്പോൾ ഈ 2 റിവിഷൻസ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്തതുകൊണ്ട് ഞാനൊരു കാര്യം ഇതിനിടയ്ക്ക് താങ്കളോടൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതേസമയം താങ്കളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ ആക്റ്റിലൊക്കെ പറയുന്ന
രീതിയിലുള്ള റിവിഷനേ ഉള്ളൂ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുന്നതും അതേസമയം കേന്ദ്ര സർക്കാർ ഇതിനോട് കാണിക്കുന്ന അധിക താല്പര്യവും ഒക്കെ താങ്കൾ എങ്ങനെ വായിച്ചെടുക്കുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക താല്പര്യം തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് ഒക്കെ ധാരാളം കാര്യങ്ങൾ ആളുകൾ പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ ഒരു രാഷ്ട്രീയമായ സംഗതികളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഈ ഭരണഘടനയുടെ 324 വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ നടത്താനും ഈ റോളുകൾ ഉണ്ടാക്കാനും ഉള്ള അധികാരങ്ങളാണുള്ളത്. വിപുലമായ അധികാരങ്ങളുണ്ട് എന്ന് നമ്മുടെ സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഈ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ എപ്പോഴും നിയമം അനുസരിച്ചും ഭരണഘടനയുടെ പ്രൊവിഷൻസ് അനുസരിച്ചും ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സ്വന്തമായി തീരുമാനിച്ച് ആർബിട്രറി ആയിട്ട് ഒരു കാര്യങ്ങളും നടത്താൻ സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ വഴി തേടേണ്ടി വരും. അങ്ങനെയാണിപ്പോൾ മദ്രാസ് തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതി പോയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോകുന്നു. കേരള ഗവൺമെന്റിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഒരു തീരുമാനം എന്നുള്ളത്. നിയമപരമായി പോകാൻ ഇന്നിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, അപ്പൊ അങ്ങനെ നിയമ നടപടി അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം നമ്മൾ ബീഹാറിൽ കണ്ടതാണിത്. ബീഹാറിൽ വെറും 1-2 മാസങ്ങൾക്കുള്ളിലാണ് ഈ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്നത്. ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്താണത് വാസ്തവത്തിൽ. കാരണം ഇലക്ഷന് മുമ്പാണ് അത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലീഗലി വാലിഡ് അല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അതല്ല നിയമം പറയുന്നത്. ഈ നടക്കുന്ന ഈ ഒരു റിവിഷൻ ഇലക്ഷനുമായിട്ട് ലീലിങ്ക് ചെയ്തിട്ടുള്ള ഒരു റിവിഷനാണ് നമ്മുടെ നിയമം അനുസരിച്ച്. അപ്പോൾ അത് തീർച്ചയായിട്ടും കോടതിയുടെ മുമ്പിൽ അത് കൊണ്ടുവരേണ്ടതാണ്, കോടതിയുടെ ശ്രദ്ധപ്പെടുത്തേണ്ടതുമാണ്. അങ്ങനെ നിയമം അംഗീകരിക്കാത്ത ഒരു നടപടിക്രമം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ സാധ്യമല്ല. കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിലും അതിന് നിയമത്തിനും കോൺസ്റ്റിറ്റ്യൂഷനും അനുസരിച്ച്, അതിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ ഒരു ബോഡിയാണത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായ ഒരു പരിഹാരം തേടാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. അത് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ